ഒരു ആശയ്ക്ക് കേരളത്തിൽ ശരാശരി 13,500 രൂപ വരെ ലഭിക്കുന്നുണ്ട്. 10,000 മുതൽ 13,500 വരെ ലഭിക്കുന്ന ആശമാരുടെ ഡേറ്റയാണിത്. അതായത് ഒരു 13,500 രൂപ ഒരു ആശയ്ക്ക് ലഭിക്കുമ്പോൾ, അങ്ങനെ വാങ്ങിക്കുന്ന ഒരു ആശ ഉണ്ടെങ്കിൽ 10,000-നടുത്ത് രൂപ സ്റ്റേറ്റ് മാത്രം നൽകുന്നതാണ്. എക്സാക്ട്ലി പറഞ്ഞാൽ 9,600 രൂപ, 13,500 രൂപ ഒരു ആശയ്ക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ 9,500 രൂപ 600 രൂപ സംസ്ഥാന സർക്കാർ മാത്രം നൽകുന്നതാണ്. കേന്ദ്രം സ്കീമാണ് ആശമാരുടെ സ്കീം. കേന്ദ്രം ഇവരെ വർക്കേഴ്സായിട്ട് പോലും അംഗീകരിച്ചിട്ടില്ല. ഇവർ തൊഴിലാളികളാണ് എന്നുള്ളത് കേന്ദ്രം അംഗീകരിക്കാത്ത കാര്യമാണ്. അപ്പോൾ ഇതിൽ ഒരു കാര്യം വളരെ സ്പഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. കേന്ദ്രത്തിൻ്റെ ഈ സ്കീം സംബന്ധിച്ച് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ കേന്ദ്രം എടുക്കണം. സർക്കാരിൻ്റെ നിലപാട് അതാണ്, സംസ്ഥാന സർക്കാരിൻ്റെ. ഞാൻ ഇപ്പോഴത്തെ കേന്ദ്ര മന്ത്രിസഭയെ ബഹുമാനായിട്ടുള്ള കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കണ്ടപ്പോൾ ഞാനിത് നേരത്തെയും പറഞ്ഞാണ്, എൻ്റെ ചർച്ചാ വിഷയങ്ങളിൽ ഒന്നാമത്തേത് ആശയുടെ വിഷയമായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസെൻറ്റീവ്സ്, ഇത് തുടങ്ങിയ കാലത്തെ ഇൻസെൻറ്റീവ്സ് തന്നെയാണ് കേന്ദ്രം നൽകുന്നത്. ആ ഇൻസെൻറ്റീവിൽ 60% മാത്രമാണ് അവർ നൽകുന്നത്, 40% സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് നൽകുന്നത്. പക്ഷേ എന്നിട്ട് നമ്മൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ ഇൻസെൻറ്റീവ്സ് വർദ്ധിപ്പിക്കണം, ആശമാർക്കുള്ള ഇൻസെൻറ്റീവ്സ് വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടു. കേരളം ആവശ്യപ്പെട്ടു. ഇതെല്ലാം രേഖയാണല്ലോ, എൻ്റെ കയ്യിൽ അതിൻ്റെ രേഖകളുണ്ട്. ആദരണീയനായിട്ടുള്ള കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി അദ്ദേഹം ഇരുന്ന് ഒന്നാമതായിട്ട് ചർച്ചയിലെടുത്ത വിഷയം അതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസേഴ്സ് പറഞ്ഞു, ഇത് ഇൻസെൻറ്റീവ്സ് കൂട്ടിയിട്ടില്ല, അപ്പോൾ ഇൻസെൻറ്റീവ്സ് കൂട്ടണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കേന്ദ്രം അക്കാര്യം വളരെ സജീവമായിട്ട് ഗൗരവമായിട്ട് പരിഗണിച്ച് ഉടനെ തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാക്കാം എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു തൊഴിലാളികളായി പോലും ഇവരെ അംഗീകരിക്കാത്ത കേന്ദ്ര നിലപാടാണ് ഉള്ളത്. അവരെ ആക്ടിവിസ്റ്റുകളായിട്ടാണ് കാണുന്നത്. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നുള്ളതാണ് ആശ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാടുകളിൽ, കാഴ്ചപ്പാടിൽ മാറ്റം വരണമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത്. കേന്ദ്രം അവർക്ക് നൽകേണ്ടതായിട്ടുള്ള കാര്യങ്ങളിൽ അതിൽ വർധനവുണ്ടാകണം എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മീറ്റിങ്ങിൽ നമുക്ക് എയിംസ് ഞാൻ രണ്ടാമതാണ് ഉന്നയിച്ചത്. എൻ്റെ രണ്ടാമത്തെ ആവശ്യം എയിംസ് ആയിരുന്നു. ഒന്നാമത്തെ ആവശ്യം ആശമാരുടെ ആവശ്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ആ പ്രാധാന്യത്തോടെ നമ്മളത് കാണുന്നത്. കേന്ദ്രത്തിനും ചെയ്യാവുന്നത് സംസ്ഥാനം ചെയ്യുന്നത് പോലെ കേന്ദ്രത്തിനും ചില നടപടികൾ ഉണ്ടാവില്ലേ? ആ നടപടിയിലേക്ക് കടക്കണമെന്ന് ഞാൻ ബഹുമാനീയനായ പ്രധാനമന്ത്രിയോടും ആരോഗ്യമന്ത്രിയോടും അറിയിക്കും. അതാ പറഞ്ഞേ ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണെങ്കിൽ ഇത് വിഭാവനം ചെയ്ത് സ്ഥാപിതമാവുന്ന കാലത്ത് ചില മാനദണ്ഡങ്ങളുണ്ടാവും. ആ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കാൻ പ്രധാനമന്ത്രിയോട് പറയാൻ ആവശ്യപ്പെടാം. അല്ല, ഞാൻ അവരുടെ അടുത്ത് കൊടുത്ത ഒരു സൂചനയാണ്. ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. ഞാനല്ലല്ലോ തീരുമാനമെടുക്കുന്നത്. പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ക്യാബിനറ്റും അതിനെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കും. പക്ഷെ അതിലേക്ക് പ്രചോദിപ്പിക്കും. അത് പക്ഷേ സമരപ്രഖ്യാപനമല്ല, അത് ടെക്നിക്കലായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് ഞാനത് ചെയ്യണം. പക്ഷെ ഇത് ഞാൻ ചെയ്യാൻ പാടില്ല. ഈ സമരത്തിന്റെ ഭാഗം ഞാനല്ല. ഞാൻ സമരം ചെയ്യുന്ന മനുഷ്യരെ കാണാൻ കേട്ടു, അത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കും.